വീണ്ടും വാർത്തയിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ലൈഫ് മിഷൻ കോഴ കേസിൽ എം ശിവശങ്കറിന് ഇടക്കാല ജാമ്യമില്ല. കലൂർ പ്രത്യേക കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അനഘ നരിക്കുനി ചേരുന്നു. അനഘ, ശിവശങ്കറിനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു ഈ ജാമ്യാപേക്ഷ. പക്ഷേ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കലൂർ പ്രത്യേക കോടതിയിൽ നിന്നും. ഇ.ഡി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ ധരിപ്പിച്ചിരുന്നത് ശിവശങ്കറിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ്. ഇക്കാര്യം പരിഗണിച്ചാണോ ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ? കമലേഷ്, ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസിന്റെ വിധി ഏറെ നിർണായകമായിരുന്നു. നിരവധി തവണ അദ്ദേഹം ജാമ്യാപേക്ഷ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം അദ്ദേഹത്തിന് ജാമ്യം നിരസിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ ലൈഫ് മിഷൻ കോഴ കേസിൽ ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. പ്രത്യേക സാമ്പത്തിക കോടതിയാണ് തള്ളിയത്. ആരോഗ്യസ്ഥിതി മോശമാണെന്ന വാദം വിശ്വസനീയമല്ലെന്ന് കോടതി ആ ഒരു കാര്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള തന്റെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആ കാര്യം വിശ്വസനീയമല്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന ഇ.ഡി. വാദം കോടതി കണക്കിലെടുത്തു. ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടെന്നും ഇ.ഡി. ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണെന്നും ഇ.ഡി. കോടതിയെ ധരിപ്പിക്കുകയുണ്ടായി. 3 മാസത്തെ ഇടക്കാല ജാമ്യമാണ് ശിവശങ്കർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് തനിക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ ഉണ്ട്, അതുകൊണ്ട് ജാമ്യം അപേക്ഷിക്കണം, ഒട്ടും ആരോഗ്യകരമായ ഒരു അവസ്ഥയിലല്ല ഉള്ളത് എന്നൊരു കാര്യമായിരുന്നു ശിവശങ്കർ പറഞ്ഞിരുന്നത്. ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് കൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമെന്നായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ, മുൻപും ജാമ്യത്തിനായി അപേക്ഷിച്ചിരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇതേ വാദമായിരുന്നു ഉയർത്തിയിരുന്നത്. ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അടിയന്തരമായി തനിക്കൊരു ശസ്ത്രക്രിയ ഉണ്ട്, തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നൊരു കാര്യമായിരുന്നു പറഞ്ഞത്. എന്നാൽ ആ ആവശ്യങ്ങളെയെല്ലാം ഇ.ഡി. ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. ഏറെ സുപ്രധാനമായിട്ടുള്ള, ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേസിൽ ശിവശങ്കറിന് ജാമ്യം നൽകുകയാണ് എങ്കിൽ അദ്ദേഹം പുറമെ നിന്ന് ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. ഇത് കേസിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇ.ഡി. അന്ന് വാദം ഉന്നയിച്ചിരുന്നത്. ഇ.ഡിയുടെ വാദത്തെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ ലൈഫ് മിഷൻ കോഴക്കേസിൽ എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. കലൂർ പ്രത്യേക കോടതിയാണ് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ശിവശങ്കറിന് ജാമ്യമില്ല. 3 മാസത്തെ ഇടക്കാല ജാമ്യം വേണമെന്ന ആവശ്യമാണ് ശിവശങ്കർ കോടതിയിൽ ഉന്നയിച്ചത്. ആരോഗ്യസ്ഥിതി മോശമാണെന്നും തനിക്ക് ഒരു ശസ്ത്രക്രിയ അനിവാര്യമാണെന്നും അതുകൊണ്ട് തന്നെ ഇടക്കാല ജാമ്യം വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇത്തവണയും ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. കലൂർ പ്രത്യേക കോടതിയാണ് തള്ളിയത്. പ്രത്യേക സാമ്പത്തിക കോടതിയാണ് തള്ളിയത്. ആരോഗ്യസ്ഥിതി മോശമാണെന്ന വാദം വിശ്വസിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അനഘ, ഇതിലിപ്പോൾ ശിവശങ്കറിന് വീണ്ടും ഒരു വലിയ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ഇനി എന്ത് നടപടിയാണ് ശിവശങ്കറിന് കൈക്കൊള്ളാൻ കഴിയുക? അദ്ദേഹം ഇനി മേൽക്കോടതികളെ സമീപിക്കാനാണ് സാധ്യതയുള്ളത്. കാരണം ഇത് ആദ്യമായിട്ടല്ല ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. നിരവധി തവണ അദ്ദേഹം ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച സമയത്ത് അത് അനുവദിക്കുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ഇ.ഡിയുടെ ഒരു വാദവും ആ നിലയ്ക്ക് തന്നെയായിരുന്നു. ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് കേസിനെ പ്രതികൂലമായി ബാധിക്കും എന്നൊരു കാര്യം തന്നെയായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അപ്പോഴെല്ലാം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന കാരണം ആരോഗ്യപരമായ പ്രശ്നം തന്നെയായിരുന്നു. എന്നാൽ ഇ.ഡി വ്യക്തമാക്കിയ ഒരു കാര്യം, അതായത് ഈ കേസിൽ ശിവശങ്കറിന് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു കാര്യം തന്നെയായിരുന്നു ഇ.ഡി. അന്നും ഇതാക്കിയത്. ശിവശങ്കറിന് അസുഖമുണ്ടെങ്കിൽ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാം എന്നൊരു കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശിവശങ്കറിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന വാദം അപ്പോഴും ഇ.ഡി. ശക്തമാക്കുകയുണ്ടായി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അടിയന്തര ആവശ്യമുണ്ടായാൽ ഇടക്കാല ജാമ്യത്തിനായി പ്രത്യേക കോടതിയെ സമീപിക്കാൻ ശിവശങ്കറിന് സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. സ്ഥിര ജാമ്യത്തിനായുള്ള ശിവശങ്കറിന്റെ അപേക്ഷ പരിഗണിക്കുന്നത് അന്ന് ജൂലൈയിലേക്ക്
ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ ചികിത്സയ്ക്ക് ജാമ്യം അനുവദിക്കണം, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്, ഈ ഒരു ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ ജാമ്യം നൽകി ഡോക്ടറുടെ സഹായം തേടിയാലേ കഴിയുമെന്നായിരുന്നു ശിവശങ്കറിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം. എന്നാൽ അപ്പോഴും എല്ലാ ഘട്ടങ്ങളിലും ഉള്ളതുപോലെ തന്നെ ED അതിന് അവസരം നൽകരുത് എന്ന് പറയുകയായിരുന്നു. കാരണം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അത് ശിവശങ്കർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ കേസിൽ ആളുകളെ സ്വാധീനിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ED അത് എതിർക്കാൻ നിന്നത്. സസ്പെൻഷൻ കഴിഞ്ഞ് സർവീസിൽ എത്തിയതിനു ശേഷം ശിവശങ്കർ ചികിത്സയ്ക്ക് വിധേയനായിട്ടില്ല എന്നൊരു കാര്യമായിരുന്നു EDയുടെ ഭാഗത്തു നിന്നും അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത്ര കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതായത് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ അനുവദിക്കണമെന്നുള്ളൊരു കാര്യവും ED ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യമെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് വേനലവധിക്ക് ശേഷം മാത്രമേ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇനി സുപ്രീം കോടതി പരിഗണിക്കും എന്നൊരു കാര്യമായിരുന്നു പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ ശിവശങ്കറിന് ജാമ്യം ആവശ്യമായി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേക വിചാരണ കോടതിയെ സമീപിക്കാം എന്നൊരു കാര്യം കൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ പല തവണകളിലായി അദ്ദേഹം ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് തനിക്കുണ്ട്, തനിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് പറയുകയുണ്ടായി. അവസാനം ഇപ്പോൾ ഇന്ന് കലൂർ പ്രത്യേക കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്തും തന്റെ ആരോഗ്യ പ്രശ്നം തന്നെയായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ EDയുടെ വാദം അത് കേസിനെ സാരമായ രീതിയിൽ ബാധിക്കുമെന്ന EDയുടെ വാദം കണക്കിലെടുത്തുകൊണ്ട് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കമലേഷ്. വ്യക്തമാണ്. ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചികിത്സയ്ക്കായി 3 മാസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ശിവശങ്കറിന്റെ വാദം. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമാണെന്ന വാദം വിശ്വസനീയമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കലൂർ പ്രത്യേക കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന EDയുടെ വാദവും കോടതി പരിഗണിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു വട്ടം കൂടി ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. അനഘ നരിക്കുനിയാണ്